സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും. സേഫ്, ഈ ഒരു അടിയന്തര പ്രമേയ ചർച്ചയിൽ തന്നെ ഒരു കൗതുകമുണ്ട്. ഈ സഭാ കാലയളവിലെ 4ാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയാണ്. മറ്റൊന്ന്, നമ്മൾ ഏറ്റവും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. എങ്ങനെ പുരോഗമിക്കുന്നു നിയമസഭയിലെ ചർച്ചകൾ? ചർച്ച ഏതാണ്ട് 1.25 മണിക്കൂർ പിന്നിടുന്നു. ജിൽസി, വിശദമായ ചർച്ച തന്നെ നടക്കുകയാണ്. പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിക്കുന്നത്. 12 മണിയോടുകൂടി ചർച്ച ആരംഭിച്ചപ്പോൾ ട്രഷറിയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളെ കുറിച്ച് പറഞ്ഞാണ് മാത്യു കൊഴുന്നാടൻ തുടങ്ങിയത്. കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ട്രഷറി നിയന്ത്രണം 10 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷമാക്കി സംസ്ഥാന സർക്കാർ ഉയർത്തി. GST വരുമാനത്തിൽ കുറവുണ്ടാകുന്നു എന്ന ആശങ്ക നിലനിൽക്കുന്നു. നികുതി പിരിവ് കാര്യമായി നടക്കുന്നില്ല. എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന പ്രതീതി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്നതിനപ്പുറം കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട്, ധനവകുപ്പുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത്. എന്നാൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഭരണപക്ഷാംഗങ്ങൾ സംസാരിച്ചത്. കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്ന സമയത്തും പ്രതിപക്ഷം മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ കേരളത്തിൽ നല്ല കാര്യങ്ങൾ ഒരുപാട് നടന്നു, അതിനെ പ്രതിപക്ഷം കണ്ട രീതിയിൽ നടിക്കുന്നില്ല എന്നുകൂടി ഭരണപക്ഷാംഗങ്ങൾ പറയുകയുണ്ടായി. അതിനിടയിൽ ഏറ്റവും ഒടുവിൽ സംസാരിച്ച ബാബു നെന്മാറ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ദൈവദശത്തിലെ ഒരു വാചകമാണ്. അത് ഈ ഓണക്കാലത്ത് ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നുപോയി. ആ നല്ല രീതിയിൽ നടന്നുപോയതിനു ശേഷം പിണറായി വിജയനെ നോക്കി ജനങ്ങൾ പറഞ്ഞത് ദൈവദശത്തിലെ ഒരു വാചകമായിരുന്നു. അന്നവസ്ത്രാദി മുട്ടാതെ കാത്തുരക്ഷിച്ച അങ്ങ് തന്നെ ഞങ്ങൾക്ക് പൊന്നു തമ്പുരാൻ എന്നാണ് ജനങ്ങൾ പിണറായി വിജയനെ നോക്കി പറഞ്ഞത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇപ്പോൾ അഹമ്മദ് ദേവർകോവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുക. അതിനുശേഷമായിരിക്കും ധനമന്ത്രിയുടെ മറുപടി ഉണ്ടാവുക. ജിൽസി, ശരി. സേഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.